വെൽക്കം ടു തിന്ന സ്റ്റോറീസ്. ശ്രുതിയും ഗൗരിയും ബാല്യകാല സുഹൃത്തുക്കളാണ്. ചെറുപ്പം മുതലേ എന്തിനും ശ്രുതിക്ക് കൂട്ടായി ഗൗരിയും ഗൗരിക്ക് കൂട്ടായി ശ്രുതിയും ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവരുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും തട്ടില്ല. ഇവരുടെ ഇടയിൽ മറ്റൊരാളും കൂടിയുണ്ട്, മനു. ഇവർ അവരുടെ കൂട്ടത്തിൽ മറ്റൊരാളെയും കൂട്ടില്ലെങ്കിലും മനുവിനെ കൂട്ടി. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രുതിക്ക് കൂട്ടായി നിന്നത് മനുവാ. അന്നോടെ അവരുടെ കൂട്ടത്തിൽ കൂടി മനുവും. അവരുടെ സൗഹൃദം വളരെ മനോഹരമായി പോകുന്നതിനിടയിൽ ഗൗരിയോട് മനുവിന് ഇഷ്ടം തോന്നി. ആ ബന്ധത്തെ ശ്രുതിയും സപ്പോർട്ട് ചെയ്തത് കൊണ്ടും മനു നല്ലൊരു പയ്യനാണെന്ന് ഗൗരിക്ക് തോന്നിയത് കൊണ്ടും അവളും തിരിച്ച് മനുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ സ്നേഹം തുടങ്ങിയിട്ട് 4 വർഷക്കാലായി. ഗൗരി, നീ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞോ? എടി, അവർ സമ്മതിക്കാൻ ഇടയില്ലല്ലോ. എങ്ങനെയാ അവരെ സമ്മതിപ്പിച്ചേ? ശ്രുതി ഗൗരിയോട് ചോദിച്ചു. എടി, അത് പിന്നെയില്ലേ, മനുവിനെ കിട്ടിയില്ലെങ്കിലേ ഞാൻ ചത്ത് കളയുമെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അത് കേട്ടപ്പോഴേ അവർക്ക് നല്ല സങ്കടമായി. ഇപ്പോൾ പത്രത്തിലും വരുന്ന ന്യൂസുകളൊക്കെ അവരും കാണാറില്ലേ? അതുകൊണ്ടാ തോന്നുന്നു മകൾ എന്തെങ്കിലും ചെയ്താലേ എന്നാലോചിച്ച് ആ പാവങ്ങളെ സമ്മതിച്ചു. എനിക്ക് നല്ല വിഷമമായിടി. ഞാൻ എങ്ങനെ അവനെ വിടുക? ഞാൻ ഇതൊക്കെ പറയുമ്പോഴില്ലേ എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആണോ? അപ്പം എങ്ങനെയായാലും അവർ സമ്മതിച്ചില്ലേ? എടി, ഇതൊക്കെ നിന്റെ ജീവിത, നീ ആ തീരുമാനം എടുക്കണ്ടേ? മറ്റുള്ളവരുടെ വിഷമം ആലോചിച്ചേ നിന്റെ സന്തോഷം വേണ്ടെന്ന് വെച്ചാലേ നീ പിന്നെ വിഷമിക്കേണ്ടി വരും, ഗൗരിയോട് ശ്രുതി പറഞ്ഞു. എടി, അതൊക്കെ ശരിയാ. എൻ്റെ ജീവിതം എൻ്റെ തന്നെയാ. പക്ഷേ അത് പൂർണ്ണമായും എൻ്റേത് മാത്രം എന്ന് വിചാരിക്കാനേ എനിക്കാവുന്നില്ലടി. എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പകുതിയിലെങ്കിലും എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു ചെറിയ അവകാശം പോലും ഇല്ലേ? ചിലരുടെ വീട്ടിലെ കള്ള് കുടിച്ചിട്ടും ബഹളം വെച്ചിട്ടൊക്കെ പിന്നെ അച്ഛനമ്മമാർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടേ വേണ്ടത്ര സമാധാനവും പരിഗണനയും ഒന്നും കുട്ടികൾക്ക് കിട്ടാറില്ല. പക്ഷേ എനിക്ക് എല്ലാം വാരിക്കോരി തന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെ അവരുടെ കടമ മാത്രമാണെന്ന് പറഞ്ഞ് എൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ എനിക്കാവുന്നില്ലടാ, ഗൗരി പറഞ്ഞു. ഓഹോ, ഇങ്ങനെയായോ? അപ്പോൾ മനുവിനെ സ്നേഹിക്കുന്നത് ഒരു തെറ്റാണെന്നാണോ? നിന്റെ അച്ഛനമ്മയും പ്രേമിച്ചിട്ടല്ലേ കെട്ടിയത്? അവർക്ക് ചെയ്യാമെങ്കിലേ നിനക്കെന്താ ചെയ്താ? എടി, എൻ്റെ അച്ഛനെ പ്രണയിക്കണ്ട, പ്രണയിച്ച് കെട്ടണ്ട എന്നല്ല പറയുന്നത്. മനു വേണ്ടെന്നാ. അവനെ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമില്ലത്ര. അവൻ ഒരിക്കലും ശരിയുടെ ഭാഗത്ത് നിൽക്കില്ല എന്ന്. അവൻ്റെ അച്ഛൻ എന്തു പറയുന്നോ അത് ശരിയാണോ തെറ്റാണോ എന്നാലോചിക്കാതെ ചെയ്യുന്ന ഒരുത്തനാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. അവൻ്റെ അച്ഛൻ പറഞ്ഞ എന്നെ കൈവിടുമെന്ന്. എടി, മനു അവൻ്റെ അച്ഛൻ പറയുന്ന എല്ലാം ചെയ്യും, പക്ഷേ ശരിയില്ലാത്തതൊന്നും അവൻ ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. അവൻ്റെ അച്ഛനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഞാനും. നോക്കിക്കോ, അവനെ നല്ലൊരു ആളാണെന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ ഞാൻ പ്രൂവ് ചെയ്യും. അപ്പോൾ എന്നേക്കാൾ ഇഷ്ടമാവും അവനെ അടുത്തറിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഗൗരി പറഞ്ഞു. അതേടി, നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. അല്ല, അച്ഛനും അമ്മയെ സംബന്ധിച്ച കാര്യം മനുവിനോട് പറയുന്നില്ലേ? ശ്രുതി ഗൗരിയോട് ചോദിച്ചു. അതേടി, പറയണം. ഞാനേ ജ്വല്ലറി പോയിട്ട് ഒരു റിങ് വാങ്ങണം. എന്നിട്ട് മനുവിനെ സ്റ്റൈലിൽ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്യണം. എന്നിട്ട് അവനോട് പറയണം വിവാഹത്തിൻ്റെ തീയതി കുറിച്ചോ എന്ന്. എടി, നീ വണ്ടിയെടുക്ക്, നമുക്ക് ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞ് ശ്രുതിയും ഗൗരിയും കൂടി വണ്ടിയെടുത്ത് ജ്വല്ലറിയിലേക്ക് പോയി. പോകുന്ന വേളയിൽ മുഴുവൻ ഗൗരിയുടെ മനസ്സിൽ മനുവായി ചെലവിട്ട നിമിഷങ്ങളും ഇനി ചെലവിടാൻ പോകുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിരുന്നു. അവൾ ഒരുപാട് സ്വപ്നം കണ്ടു അവളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ ജ്വല്ലറിയിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴാണ് അവിടെ മനുവിൻ്റെ കാർ കണ്ടത്. എടി, ഇത് മനുവിൻ്റെ കാറല്ലേ? ശ്രുതി ചോദിച്ചു. അതേടി, ഇത് മനുവിൻ്റെ കാർ തന്നെയാ. നെക്സ്റ്റ് വീക്കേ എൻ്റെ ബർത്ത്ഡേ അല്ലേ, സോ എനിക്ക് വല്ല സർപ്രൈസും തരാൻ വേണ്ടി വന്നതായിരിക്കും. പണ്ടേ സർപ്രൈസ് തരാൻ മനു മിടുക്കനാ, ഗൗരി ശ്രുതിയോട് പറഞ്ഞു. നീ വായോ, നമുക്കേ അവനെ അങ്ങോട്ട് പോയി സർപ്രൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രുതിയും ഗൗരിയും ജ്വല്ലറിയിലേക്ക് പോയി. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ വില കൂടിയ നെക്ലസ് വെച്ച് നോക്കുന്നു. ആ കുട്ടി സിന്ദൂരവും താലിയും എല്ലാം അണിഞ്ഞിട്ടുണ്ട്. ആ കാഴ്ച ഗൗരിയുടെ മനസ്സിൽ നോവ് പടർത്തി. എടി, ഏതാ പെൺകുട്ടി? ഗൗരിയോട് ശ്രുതി ചോദിച്ചു. എനിക്കറിയില്ലടി. നീ ഒന്ന് മനുവിനെ വിളിച്ചോക്ക്. ഗൗരി ഫോണെടുത്ത് മനുവിനെ വിളിച്ചു.
കോൾ വരുന്നത് കണ്ടതും മനു ആ കുട്ടിയുടെ അടുത്തു നിന്ന് മാറി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സ്വീറ്റ് ഹാർട്ട്, എന്താ പരിപാടി? മനു ചോദിച്ചു. മനു, നീ എവിടെയാ? ഞാൻ ഡാഡിയുടെ ഓഫീസിലാ എന്ന് അവൻ റിപ്ലൈ കൊടുത്തു. അവൻ തന്നോട് നുണ പറയുകയാണ്, തന്നെ പറ്റിക്കുകയാണ് എന്നറിഞ്ഞതിൽ ഗൗരിക്ക് താങ്ങാൻ സാധിച്ചില്ല. ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നുപോലും അവൾക്ക് തോന്നി. കാരണം അവൾ അത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു, അവനെ വിശ്വസിച്ചിരുന്നു. മനു കള്ളം പറഞ്ഞതാണെന്ന് അറിഞ്ഞതും ശ്രുതി ഗൗരിയിൽ നിന്ന് ഫോൺ വാങ്ങി. എടാ, നിന്റെ ഡാഡിയുടെ ഓഫീസിൽ തന്നെ ഞങ്ങൾ, നീ ഒന്ന് വാതിലിൻ്റെ അവിടേക്ക് നോക്ക് എന്ന് അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. ജ്വല്ലറിയിൽ ശ്രുതിയെയും ഗൗരിയെയും കണ്ടതും മനു നിന്ന് വിയർക്കാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ പിടിച്ച് പുറത്തേക്ക് നടന്നു.